കൃഷിയിലെ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല കൃഷിയാണ് നമ്മുടെ ചീരകൃഷി. അത് ഒരു 30 അല്ലെ 35 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റും. ചീരകൃഷിക്ക് മെയിനായിട്ട് 3 വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെല്ലാം ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുന്നത്. കാരണം ചീര വളർന്ന് റെഡിയാകാൻ വളരെ കുറച്ച് സമയം മതി, 30-35 ദിവസം മതി. ഇതൊക്കെ നമ്മൾ സോളിഡ് ഫോമിൽ കൊടുത്താൽ ഇത് വേരുകൾക്ക് വലിച്ചെടുക്കാൻ തന്നെ നല്ല സമയമെടുക്കും. അതുകൊണ്ട് എപ്പോഴും ചീരയ്ക്കുള്ള വളങ്ങൾ ലിക്വിഡ് ഫോമിൽ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വൺസ് നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ വിത്ത് നമുക്കെടുത്ത് പാകിയെടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പല വേസ്റ്റാക്കി കളയുന്ന അടുക്കള വേസ്റ്റുകളാണ് ഞാൻ എൻ്റെ ചീരയ്ക്ക് വളമായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചായക്കൊത്ത് അല്ലെങ്കിൽ തേയിലച്ചണ്ടി എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ അടുക്കളയിൽ ചായ എടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ ആ പാലും പഞ്ചസാരയൊക്കെ കഴുകുക. ആ ഒരു അരിപ്പേ തന്നെ കഴുകിയാൽ മതി. എന്നിട്ട് ഓരോ പാത്രങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ എടുത്ത് ഉണങ്ങി വയ്ക്കുക. ഈ തേയിലച്ചണ്ടിയെ 3-4 ദിവസത്തെ നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണങ്ങണം. ഉണങ്ങിയില്ലെങ്കിലേ ഇതിനകത്ത് പുഴു വരും. എത്രത്തോളം നമ്മൾ ഉണങ്ങിയെടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. എന്നിട്ടിത് ഒരു കണ്ടെയ്നറിനകത്തിട്ട് അടച്ചു വെച്ചാൽ മതി. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഇത് നൈട്രജൻ റിച്ച് ആണ്. അപ്പോൾ ചീരകൾക്ക് ശരിക്കും വേണ്ടത് പശുവിൻ്റെ മൂത്രം, ഗോമൂത്രമാണ്. അത് നമുക്കിവിടെ അവൈലബിൾ അല്ല. പിന്നെ പച്ചച്ചാണകം അതും നമുക്ക് കിട്ടൂല. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഈ തേയിലച്ചണ്ടി അല്ലെങ്കിൽ തേയിലക്കൊത്ത്. അപ്പോൾ ഇത് ഉണങ്ങിയ സാധനം നമ്മളിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം നമ്മൾ എടുക്കുന്നില്ല. നേരത്തെ ഉണങ്ങിയിരുന്ന സാധനം ഉണ്ടായിരുന്നു, അതാണ് നമ്മളിന്ന് വളമായിട്ട് ഒഴിക്കാൻ പോകുന്നത്. ഇതേ നമ്മുടെ ഉണങ്ങിയിരുന്ന തേയിലച്ചണ്ടിയെ പച്ചവെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്തെടുത്തതാണ്. ഇത് 2 ദിവസം മുമ്പ് വെറും പച്ചവെള്ളം ഒഴിച്ച് കുതിർത്തതാണ്. ഇതേ ഇങ്ങനെ ഇരിക്കും. അപ്പം വെള്ളവുമായിട്ട് കുതിർന്ന നമ്മുടെ തേയില കൊത്തുകളാണിത്. ഇത് ഇങ്ങനെ ഒഴിക്കരുത്, ഇങ്ങനെ ഇത്രയും കുതിർന്നിരിക്കും. ഇതിനെ നമുക്ക് ഇത്രയും കൂടെ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്രയും വെള്ളം കൂടെ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തെടുത്ത നമ്മുടെ ചായക്കൊത്ത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എനിക്കിവിടെ പലയിടത്തായിട്ട് ചീര നിൽക്കുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇന്നിവിടെ ചായയുടെ ഒഴിക്കാം, ബാക്കിയുള്ളത് കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറി. ഇത് നമ്മുടെ വീട്ടിൽ എന്നുകൊണ്ട് ഇത് നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഒരേപോലെ ഒഴിച്ചു കൊടുക്കും. ഇതാണ് സാധനം. ഇതിനകത്ത് ചാണകമുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, പിന്നെ കടലപ്പിണ്ണാക്കും ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും കൂടി ഉള്ളൊരു മിക്സാണിത്. പിന്നെ നമ്മുടെ ഈ ജൈവ സ്ലറി നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് കുറച്ച് മതി. ഈ കപ്പിന് ഒരു 1/2 കപ്പും ഒരു 3/4 കപ്പ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇത്രയും മതി. പക്ഷേ ഇതിന് 10 ഇരട്ടി വെള്ളത്തിൽ നമുക്കിതിനെ ഡൈല്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒന്നാണ് നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ കിട്ടുന്ന ഒരു അടിപൊളി വളം. അതായത് നമ്മുടെ ബയോഗ്യാസിലെ സ്ലറി. ഇതിനകത്ത് കോഴിക്കാഷ്ടമുണ്ട്, വെജിറ്റബിൾസിൻ്റെ ഉണ്ട്, എല്ലാം കൂടി ചേർന്നൊരു മിക്സ്ഡ് സ്ലറിയാണ്. പക്ഷേ ഇതൊഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കുറച്ച് മതി. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഒരു 15 കപ്പ് വെള്ളം, 15 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്താണ് നമ്മളിത് ഒഴിക്കുന്നത്. ഇതിൽ കൂടുതൽ നല്ലൊരു വളം ഒരിടത്തും കിട്ടാനില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഡൈല്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് ഡെയിലി കിട്ടും നമ്മുടെ ബയോഗ്യാസിൽ നിന്ന്. അപ്പോൾ കോഴിക്കാഷ്ടമാണല്ലോ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലൊരു വളം.
അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഈ 3 കൊടുത്ത് കഴിയുമ്പോൾ തന്നെ 30 ദിവസമാകും മിനിമം. യൂഷ്വലി ഞാൻ 7 തൊട്ട് 10 ദിവസം വരെയുള്ള ഒരു ഗ്യാപ്പിലാണ് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചീരയൊക്കെ പറിക്കുന്ന സമയമായി കഴിയും. ഇത് അരിച്ചാക്കാണ്, ഇത് വളച്ചാക്കാണ്, ചാക്കിൽ നട്ടിരിക്കുന്ന എൻ്റെ ചീരകളാണ്. സോ 10 ദിവസം കൂടുമ്പോൾ ഈ 3 വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോഴേക്കും ഇതുപോലെ നല്ല രീതിയിൽ വളർന്നിരിക്കും. നമുക്ക് മുറിച്ചെടുക്കേണ്ട സമയമാകും. അപ്പോൾ നമ്മുടെ ജൈവ സ്ലറിയാണിത്, നമ്മുടെ ബയോഗ്യാസിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കീടനിയന്ത്രണത്തിനായിട്ടേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നീം ഓയിൽ മിക്സാണ്. ഇത് നമ്മൾ റെഡിയായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച നീം ഓയിൽ മിക്സാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അത് ഞാൻ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്മൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. നീം ഓയിൽ മിക്സ് നമ്മുടെ കൃഷി ഭവനിലും കൃഷി സാധനങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും ഇത് വാങ്ങാൻ കിട്ടുന്ന. ഇതൊരു 5 ml എടുക്കുക. 5 ml നമ്മുടെ 1 ലിറ്റർ ബോട്ടിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത്രയും വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്യാം. ഇനി വെള്ളം കൂടെ ബാലൻസ് വെള്ളം കൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ നീം ഓയിൽ മിക്സ് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഇലകൾ ഇങ്ങനെ മാറ്റി പിടിച്ച് അടിയിലോട്ട് സ്പ്രേ ചെയ്യണം. ഇതിൽ ബെസ്റ്റ് ഒരു കീടനാശിനി വേറെ ഇല്ല കേട്ടോ. ഇത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഒരു കീടങ്ങൾ പോലും ഇവരെ തൊടത്തുമില്ല, ഒരു പുഴു പോലും വരില്ല. സോ ഇവർക്ക് നമുക്ക് നമ്മുടെ നീം ഓയിൽ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു വഴിക്ക് വന്നതല്ലേ, ഇവർക്കൂടെ കൊടുത്തേക്കാം. ഇതെൻ്റെ വീതിപ്പയറുകളാണ്, വിളവെടുക്കാറായി നിൽപ്പുണ്ട്. ഇതെല്ലാം സാലഡ് കുക്കുംബറാണ്.